ലിംഗത്തളർച്ച, ഉദ്ധാരണശേഷിക്കുറവ്, ലിംഗം ചുങ്ങിപ്പോവുക, വണ്ണം കുറയുക, ദീർഘസമയക്കുറവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാൽ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടവരാണോ എങ്കിൽ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമാണ് എന്താണ് ഇതിന്റെ കാര്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം, കാർത്തിക ആയുർവേദിക് സഞ്ജൂർ, നമ്പിശമ്പടി. പണ്ടൊക്കെ 1000-ലോ 1,00,000-ലോ ഒരാളുകൾക്കാണ് ഉദ്ധാരണ ശേഷിക്കുറവ് എന്ന് ഉണ്ടായി വരിക. ഇപ്പം നമ്മുടെ വൈദ്യം ഗുരുനാഥന്റെ അടുത്തേക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാർ പഠിക്കുന്ന കാലത്തൊക്കെ ഇതൊക്കെ സർവ്വസാധാരണമായിട്ടാണ് ആളുകളിൽ ലൈംഗിക ബലഹീനത ഉണ്ടാവുക. ഇന്നത് സർവ്വസാധാരണമായി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പല ആളുകളും കുടുംബ പ്രശ്നമായി നമ്മളിലേക്ക് വരുന്നത് കൊണ്ടാണ് ഇതിന്റെ വിശദമായ ഒരു സൊല്യൂഷൻ നിങ്ങളോട് പറയുന്നത്. ചില ആളുകൾക്ക് ഉദ്ധാരണം ഉണ്ടാവും, തീരെ സമയം ഉണ്ടാവില്ല. ചില ആളുകൾക്ക് വണ്ണം നീളം എല്ലാം ചുങ്ങിപ്പോയി തീരെ ഒരു എനക്കല്ല. ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല. ചില ആളുകൾക്ക് മൂത്രമൊഴിക്കുന്ന സമയത്ത് പോലും നമുക്കത് ആ ഒരു മണിത്തരീന്റെ മേലെ നിന്ന് അത് വലിച്ചെടുത്ത് വേണം ചെയ്യാൻ എന്നുള്ള നിലയ്ക്ക് ചില ആൾക്കാർ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് ഒരു ദിവസം ബന്ധപ്പെട്ട ഒരു മാസത്തേക്ക് വേണ്ട. ഇങ്ങനത്തെ അങ്ങനെ ഒരു താല്പര്യം പോലും ഇല്ല. ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായിരിക്കും, തീരെ എനക്കല്ല. അങ്ങനെ ഈ ലൈംഗികതയുടെ സംതൃപ്തി ഉണ്ടാവുന്ന തരത്തിൽ വേണ്ടതായിട്ടുള്ള എല്ലതും നഷ്ടപ്പെട്ട് ഉദ്ധാരണമേ ഇല്ലാത്ത ആളുകളുണ്ട്. അത് കൊറോണയ്ക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. അത് പലവരും വിചാരിക്കും നിങ്ങളുടെ മാത്രം പ്രശ്നമാണെന്ന്. അതങ്ങനെയല്ല, സർവ്വസാധാരണമായിട്ട് എല്ലാവരിലും ആയിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ ഇത് ഭാര്യയില്ല, മക്കളുമില്ല, ഭാര്യയുടെ വഴിക്ക്, മക്കളെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക് എന്നുള്ള നിലയ്ക്കുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാനോ ചെയ്യാനോ ഇല്ല. ഒരു കുടുംബജീവിതത്തിനോട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതൊരു വലിയൊരു ഘടകം കൂടിയാണ് ദാമ്പത്യ ജീവിതം. അങ്ങനെ വരുമ്പോൾ എന്താണ് ഇതിന് സംഭവിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആളുകൾക്ക് എന്ന് വെച്ചാൽ വാദം പിടിക്കുക എന്ന് പറയും. ഇപ്പോൾ ഒരു ഭാഗം തളരുക, അല്ലെങ്കിൽ മറ്റേ ഭാഗം തളരുക, അല്ലെങ്കിൽ ഇടതു ഭാഗം തളരുക, വലതു ഭാഗം തളരുക, ഇങ്ങനെയൊക്കെ. ഇതുപോലുള്ള തന്നെയാണ് ലിംഗത്തിൻ്റെയും ഒരു ഉദ്ധാരണശേഷി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ബലഹീനത, തളർവാദം പോലത്തെ ഒരു വാദം പിടിച്ച അവസ്ഥ. അങ്ങനെ വരുമ്പോൾ എന്താണ് ഇതിന് മനസ്സിൽ വികാരം തോന്നുന്ന സമയത്ത് ലിംഗത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ചെയ്ത് ലിംഗത്തെ ഉദ്ധരിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഉള്ളിൽ. പുറമേ ആണെങ്കിൽ ലിംഗത്തിലേക്ക് വേണ്ട രക്തപ്രവാഹത്തിന് വേണ്ട ഞരമ്പുകളുടെ ശക്തി വേണം. അതിൽ ബ്ലോക്ക് ഉണ്ടാവാൻ പാടില്ല. വേരിക്കോസ്, വൃഷ്ണത്തിൽ വേരിക്കോസുള്ള ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ പമ്പിങ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടും ഉദ്ധാരണം നടക്കാതെ വരും. അങ്ങനെ വരികയാണെങ്കിൽ ലിംഗത്തിന്റെ പുറമെ എന്തൊക്കെ തൈലം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബലാശ്വഗന്ധ ഞരമ്പെണ്ണ ഉപയോഗിക്കാം, കുറുന്തോട്ടി തൈലം ഉപയോഗിക്കാം, അശ്വഗന്ധാദി അങ്ങനെയായിട്ട് തൈലങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഞരമ്പുകൾക്ക് ബലം കിട്ടുന്നതായിട്ടുള്ള ഇതൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ബ്ലോക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് വേരിക്കോസിന്റെ തൈലം ഉപയോഗിക്കാം. കാരണം ചില വേരിക്കോസിന്റെ തൈലം എന്ന് പറഞ്ഞാൽ ഞരമ്പിലെ ബ്ലോക്കിനെ മാറ്റുന്നതാണ്. അപ്പോൾ ഈ അങ്ങനെയൊക്കെയുള്ള പല പല തൈലങ്ങളും പുറമേ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കത് ലിംഗത്തിൽ പരട്ടി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് നിന്ന് ചാടുമ്പോൾ അതിലേക്ക് രക്തോട്ടം വന്നിട്ടാണ് ലിംഗത്തിന്റെ കാര്യം ശരിയാവുക. അത് ചില ആളുകൾക്ക് ഒരാഴ്ച കൊണ്ട് ശരിയാവും, ചിലവർക്ക് 1 മാസം പിടിക്കും, ചിലപ്പോൾ ഒരു 3 മാസമൊക്കെ പിടിക്കും. ഓരോരുത്തരും പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇതിന്റെ കംപ്ലൈന്റ് പരിഹാരമാവുക. പല ആൾക്കാരും വിളിക്കും ഞാൻ കുറേ മരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു മാറ്റമില്ലാന്ന്. നമ്മളിൽ നിന്ന് ഇതിന് വാജീകരണാദി എന്ന് പറഞ്ഞിട്ട് തൈലുണ്ട്. അത് 200 മില്ലി 500 രൂപയാണ് ഒരു മാസത്തേക്ക് ഉണ്ടാവും. അത് വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരും പറയാന്ന് വെച്ചാൽ ഞാനിത് പറ്റിയൊരു കാര്യമില്ലാണ്. എല്ലാവർക്കും എല്ലതും ഒരുപോലെ ഫലിക്കില്ല. എല്ലാവരുടെയും പ്രശ്നം ഒന്നല്ല, അവരുടെ ആരോഗ്യാവസ്ഥ പ്രശ്നം ഒന്നല്ല. അങ്ങനെ പല പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് പരട്ടി ഇതിട്ടുള്ളൊരു സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തളർന്നു പോയി കിടക്കുകയാണ്. വാദം പിടിച്ച് തളർന്നു പോയ ആളുകളെ തന്നെ 2 വർഷം 3 വർഷമൊക്കെ ആയിട്ടാണ് അവർ കയ്യോ കാലോ ഇളക്കുന്നതോ പിടിച്ച് നിൽക്കാൻ തന്നെ ആവുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളെ ഈ ലിംഗത്തിനും നമുക്ക് മാസങ്ങൾ പിടിച്ചേക്കാം. 3 മാസം വരെ 4 മാസമൊക്കെ ആവും. അപ്പോൾ എന്നാലാണ് ഇതിന്റെ കംപ്ലൈന്റ് തീർന്നു വരുള്ളൂ. അത് നിങ്ങൾക്ക് താല്പര്യപ്രകാരം ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ക്ഷമാപൂർവം ചെയ്യേണ്ടതായിട്ടൊരു കാര്യമാണ്. ചില ആളുകൾ പരട്ടുമ്പോൾ തനിക്ക് വേറെ പണിക്ക് കൂടുന്നതൊക്കെ വേണ്ടി ചീത്ത പറയും. ചില ആളുകൾ വൈദ്യരെ അവിടെ നിൽക്കേണ്ട കാലം ഞാൻ എത്ര കാലം ഇത് പരട്ടി ഉണ്ടെന്ന് ശരിയായിട്ടാന്ന് പറയും. അങ്ങനെ ഒരുപാട് തരത്തിലാണ്. 90% ആളുകൾക്കും റിസൾട്ടാണ് ഈ വാജീകരണാദി തൈലം. അത് ആമസോണിൽ കിട്ടും. പക്ഷേ
പിന്നെ ഉദ്ധാരണശേഷി. നിങ്ങൾക്ക് ഒരിക്കൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതൊരു ആഴ്ചയ്ക്കോ ഒരു മാസത്തേക്കോ നമുക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു മാസം കഴിച്ച ഭക്ഷണത്തിന്റെ പോഷകം ഉണ്ടെങ്കിൽ നമുക്കിത് എണീക്കുന്നുള്ളൂ എന്നർത്ഥം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അതിൻ്റെതായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിന് വേണ്ടതായിട്ട് വൈറ്റമിൻസ് നമ്മളിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് ഇല്ലാത്തതാണ് പ്രശ്നം. അത് റിക്കവർ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുക എന്ന് പറയുന്നത് ഈ നായക്കൊണ്ണപ്പരിപ്പിൽ ആമുക്കൂരം ഇതൊക്കെ പാലിൽ പുഴുങ്ങി പൊടിച്ച് സ്ഥിരമായി കഴിച്ചാലും ശരിയാവും. പിന്നീട് നമുക്ക് ചില മുട്ട, പാല്, ഈത്തപ്പഴം, ബദാം പരിപ്പ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കഴിക്കണം. പക്ഷേ മത്സ്യമാംസങ്ങളൊക്കെ കഴിക്കുമ്പോഴും നല്ലതാണ്. പക്ഷേ മാംസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ചിക്കനാണ്. ഈ ബ്രോയിലർ ചിക്കൻ എന്ന് പറഞ്ഞ ആണുങ്ങളെ വെച്ച് നോക്കി വെക്കുമ്പോൾ വന്ധ്യത ഉണ്ടാക്കുകയും ചെയ്യും, സ്ത്രീകൾക്ക് വളരെയധികം വികാരം കൂട്ടുകയും ചെയ്യും. പല സ്ത്രീകൾക്കും പ്രായമായിട്ട് പോലും, കാരണം ചില 80-87 വയസ്സായിട്ട് പോലും ഭയങ്കര വികാരം ഉണ്ടാവുന്നത് അവർക്ക് ഈ ഹോർമോൺ അവരുടെ ശരീരത്തിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ പെൺകുട്ടികളൊക്കെ 16 വയസ്സിലൊക്കെ പ്രായപൂർത്തിയായിരുന്ന പെൺകുട്ടികളൊക്കെ ഇപ്പൊ ഒരു 8-9 വയസ്സാകുമ്പോഴേക്കും പ്രായപൂർത്തിയാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പോഷകത്തിന്, ഈ ഹോർമോൺസാണ് അതിന്റെ കാരണം. അപ്പോൾ സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് വളരെയധികം വിചാരങ്ങൾ വളരെ കൂടുതലാണ്. പക്ഷെ പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ തളർന്നു പോയി. കാരണം എത്ര കരുത്തനായിരുന്നാൽ പോലും ഉദ്ധാരണം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതൊരു ബലഹീനത എല്ലാവർക്കും ഫലിക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ രതിമൂർച്ചയെ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു പുരുഷന്റെ ഉദ്ധാരണത്തിന്റെയും ഒരു ദാമ്പത്യ കരുത്തുണ്ടാവുക തന്നെ വേണം. അപ്പോൾ അതിന് ചില ആണുങ്ങൾക്ക് സെമൻ പുറത്തു പോകുന്ന അത് ഏത് പോർഷൻ ആയിക്കോട്ടെ, അവര് സ്വയംഭോഗം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് തരത്തിലായിക്കോട്ടെ, ആ പോകുന്ന ആ പോർഷനാണ് അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ സന്തോഷം. കാരണം വെച്ചാൽ അവരുടെ ആനന്ദം അതിൽ ക്ലിയറായി. അത് ഏത് തരത്തിലാണെങ്കിലും സെമൻ പോകുന്ന പോർഷൻ. പക്ഷേ സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ അതല്ല. അവരെ രതിമൂർച്ച പുറത്തേക്ക് വരണമെങ്കിൽ അവർക്ക് വികാരം പുറത്തേക്ക് വരാവുന്ന തരത്തിലുള്ള ക്രിയകൾ ചെയ്ത് അവരെ ഉത്തേജിപ്പിച്ചെടുത്തിട്ട് വേണം അവരെ സന്തോഷിപ്പിക്കാൻ. അത്രയും കരുത്തനായിരിക്കണം ആണ്. അതിന് വേണ്ട ക്രേസ് വരണമെങ്കിലും ഒക്കെ നമുക്ക് പോഷകങ്ങൾ ഉണ്ടായി പറ്റുള്ളൂ. അത് ഇന്നത്തെ കാലത്ത് ഭക്ഷണത്തിൽ പോഷകക്കുറവും കൊഴുപ്പ് കൂടുതലുമാണ്. അതെന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻസ് വേണ്ടതായി കിട്ടേണ്ടതായ തരത്തിലുള്ള വളർച്ച എത്തിയ പഴം, പച്ചക്കറി മുതലായ ഒന്നുമല്ല നമ്മൾ കഴിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടുള്ള സംഭവം നമ്മൾ കഴിക്കേണ്ടി വരും. ഒന്നെങ്കിൽ നായക്കൊണ്ണപ്പരിപ്പ് പിന്നെ അമുക്കൂരം കൂടി നമ്മൾ കഴുകി ഉണക്കി പാലിൽ പുഴുങ്ങി പൊടിക്കണം. നമ്മൾ 2 ദിവസമൊക്കെ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ എന്നിട്ട് അതിൻ്റെ തോട് കളഞ്ഞിട്ട് ആ പരിപ്പ് എടുത്തിട്ട് വേണം നമ്മൾ ഇത് പാലിൽ പുഴുങ്ങി തിളപ്പിട്ട് ഉണക്കി പൊടിക്കാൻ. അങ്ങനെ ദിവസം നമ്മൾ 10 ഗ്രാമിലും കഴിക്കണം, ഏറ്റവും കുറഞ്ഞത്. അത് ആകെ വാരിയിട്ട് തിന്നിട്ട് പുട്ടുണ്ടാക്കിയിട്ടോ ഈ നമ്മളെ പൂരമർത്ത പൊടി തിന്നണ പോലെ ഒന്നും വാരി തിന്നിട്ട് കാര്യമില്ല. ഒരു 10-15 ഗ്രാം 2 നേരമായിട്ട് കഴിക്കുക. കൂടിയ 20 ഗ്രാം, രാവിലെയും 10 ഗ്രാം, വൈകിട്ടും 10 ഗ്രാം. ഇത് കഴിച്ചിട്ട് നന്നായി പാല് കുടിക്കുക. പാല് കുടിക്കുമ്പോൾ നമുക്ക് ഈ നാഡീഞരമ്പുകളിലും അതുപോലെ തന്നെ ഈ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള പോഷകവും ഇതിൽ നിന്ന് കിട്ടും. അതും കൂടി ആവുമ്പോൾ പെട്ടെന്ന് റിക്കവർ ആവും. പിന്നെ ഇത് സ്ഥിരമായിട്ട് കഴിക്കണോ എന്നുള്ളൊരു ചോദ്യമാണ് ആൾക്കാരുടെ ഭാഗത്ത്. ഇത് നമ്മൾ ലൈംഗിക ബന്ധം എന്ന് നിർത്തുന്നു അന്ന് വരെ ഇത് കഴിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യത്തെ ബന്ധത്തിനും വേണ്ടതായിട്ടുള്ള പോഷകങ്ങൾ നമ്മൾ കഴിച്ചതിൽ നിന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നീട് അത് തീരെ ഇല്ലാതെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്ര കാലം കഴിച്ച് ശരിയാക്കിയത് നിർത്തിയപ്പോണ്ട് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പോഷകം ഉണ്ടാവുന്ന ഭക്ഷണങ്ങളോ മറ്റ് എന്തെങ്കിലും കഴിച്ചെങ്കിൽ തന്നെയാണ് ഇത് തുടർന്ന് നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ സപ്ലിമെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും എന്നുള്ളതിൽ മനസ്സിലാക്കുക. മൃഗങ്ങളെ ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് പോലും അവിടെ മുട്ട, എണ്ണയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ കൊറ്റൻ നാട് എന്ന് പറയും, മുട്ടനാടിനൊക്കെ കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ ഈ പിണ്ണാക്കും പുല്ലും മാത്രമല്ല, ഇതിന് വേണ്ട ഉത്തേജന പവറും അവർക്ക് ബീജത്തിന്റെ അളവും കിട്ടാൻ വേണ്ടി മൃഗങ്ങൾക്ക് പോലും ഈ ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് കൊടുക്കുമ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ആൾക്കാർ ഇതൊക്കെ വീട്ടിലും അവിടെയൊക്കെ ഉണ്ടെങ്കിലും കഴിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ, പാല് കുടിച്ചു കഴിഞ്ഞാൽ കഫം കെട്ട്, മുട്ട കഴിച്ചു കഴിഞ്ഞാൽ മൂലക്കുരു, ഇതൊക്കെ എന്ത് തിന്നാലും പ്രശ്നമുള്ള രോഗി ആവുമ്പോൾ അവരുടെ ലൈംഗികത ബലം വരണമെങ്കിൽ നമ്മൾ അതിൻ്റെതായ രീതിയിലുള്ള മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കണം. അവിടെയാണ് ആളുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ധാതുപുഷ്ടി എന്ന് പറഞ്ഞ ഒരു പൗഡറുകളായിട്ട് പല കമ്പനിക്കാർ ഇറക്കുന്നുണ്ട്. നമ്മൾ പല തരത്തിലും പല പേരിലും
നമ്മളെ കാർത്തിക ആയുർവേദിക്സിൻ്റെ ആമസോണിൽ കിട്ടും ധാതുപുഷ്ടി എന്ന് പറയുന്ന പൊടി. ഈ പൊടി കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ അമക്കൂരം, നായ്ക്കൊണ്ട പരിപ്പ്, ശതാവരിക്കിഴങ്ങ്, നിലപ്പനക്കിഴങ്ങ്, പാൽമുതിക്കും കിഴങ്ങ്, അതുപോലെ തന്നെ മുരിങ്ങാക്കായ, സഫീദ് മുസ്ലിം പവർ എന്നൊക്കെ പറയുന്ന മരുന്നുകളുടെ കോമ്പിനേഷനാണ്. 12 ഐറ്റംസാണ് ഇതിൽ കഴിക്കുമ്പോൾ നമുക്ക് മൂത്രച്ചൂട്, മൂത്രപ്പഴുപ്പ്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിവീക്കം, അതുപോലെ തന്നെ ഉദ്ധാരണക്കുറവ്, ബീജത്തിൻ്റെ കൗണ്ട്, മോട്ടിലിറ്റി പവർ മുതലായ എല്ലാ സംഭവം ശരിയാവും. ഇതും ഇതുപോലെ തന്നെയാണ്. നിങ്ങളൊരു പാക്കറ്റിന് 900 രൂപ വില ഉണ്ട് ഒരു മാസത്തേക്ക്. ഇത് കഴിക്കുമ്പോൾ എന്താണ്, ഒരു ദിവസം കഴിച്ചിട്ട് 1 അയിലട്ട, 2 ദിവസം കഴിച്ചിട്ട് 1 അയിലട്ട എന്നല്ല, 3 മാസം കഴിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്ക് വേറെ ഭക്ഷണത്തിൻ്റെ പോഷക സപ്പോർട്ടില്ല. ഈ ഒരു പോഷകത്തിൽ നിന്ന് കിട്ടുന്നത് മാത്രമായിട്ട് വരുമ്പോൾ അതിന് നമുക്ക് ദൈനംദിനമായിട്ട് ഏറ്റവും കുറഞ്ഞത് റിക്കവർ ആവാൻ 3 മുതൽ 5 മാസം വരെ കഴിക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ നാഡീഞരമ്പുകളും ഉത്തേജിക്കാനും തൊലിയുടെ ചുളിവ് വരെ മാറുന്ന തരത്തിലുള്ള പോഷകമാണ് അതിന് കിട്ടുക. ബീജം എന്നത് നമ്മുടെ ശരീരത്തിൻ്റെ 8ാമത്തെ സ്റ്റേജാണ്. ത്വക്ക്, ചർമ്മം, മാംസം, രക്തം, അസ്ഥി, മജ്ജ, മേജസ്, ശുക്ലം, ഇത്രയും ആ സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ യൗവനം എന്ന് പറയുന്ന കാന്തി വർദ്ധിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള ഉത്തേജനം, ദാമ്പത്യ ജീവിതത്തിന് വേണ്ട കരുത്തും പവറും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഇത് കഴിക്കുന്നവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് കഴിക്കുക. ആമസോണിൽ നിന്നും വാങ്ങാൻ പരിചയമില്ല എന്നുണ്ടെങ്കിൽ ഈ തൈലം വേണമെങ്കിലും പൊടി വേണമെങ്കിലും നമ്മൾ നിങ്ങൾക്ക് കൊറിയർ അയച്ചിട്ടോ പോസ്റ്റ് വഴിയോ അയച്ചു തരും. അപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിന് ഇതിന് പൂർണ്ണമായിട്ടുള്ള പരിഹാരം ആവുകയും ചെയ്യും. ഇങ്ങനെ ദാമ്പത്യ ജീവിതത്തിനെ കുറിച്ചിട്ട് വിഷയങ്ങളുള്ള ആളുകൾ അതും ഇതൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചാത്തൻ എന്ന് പറഞ്ഞിട്ട് മരുന്നുകളുണ്ട്. കാരണം കണ്ടമാന ക്യാപ്സൂളുകളാണ് ഒരു തരത്തിലും പേരറിയാത്തത്, പേരല്ല ഒരു വലിയ രജിസ്ട്രേഷൻ നല്ല കമ്പനികളൊന്നും അല്ലാത്തവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെയൊക്കെ പിന്നിൽ സൈഡ് എഫക്റ്റ് ഉണ്ടോയെന്ന് പറയാൻ പറ്റില്ല. ചില ആളുകൾ വയാഗ്ര പോലുള്ള ഗുളികകൾ കഴിക്കും. ആദ്യത്തെയൊക്കെ ഡോസ് കുറഞ്ഞത് കഴിക്കുമ്പോൾ നമുക്ക് എഫക്റ്റ് ഉണ്ടാവും. പിന്നീട് അത് ഡോസ് കൂട്ടി കഴിക്കുമ്പോൾ ലിംഗം ഉദ്ധരിക്കുകയും ചെയ്യില്ല, രക്തസമ്മർദ്ദം കൂടുകയും ചെയ്യുമ്പോഴാണ് സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ, അറ്റാക്കൊക്കെ ആളുകൾക്ക് വരുന്നത്. താൽക്കാലികമായിട്ട് നമ്മൾ ഉദ്ധാരണ പവറിന് വേണ്ടിയിട്ട് ഇമാതിരി ഗുളികകളോ മറ്റു കാര്യങ്ങളോ കഴിക്കുമ്പോൾ ലൈംഗിക ബന്ധത്തിന് അല്ല ആളെന്നെ തട്ടിപ്പോവും എന്നുള്ളതിൻ്റെ മറ്റൊരു കാര്യം അനുഭവങ്ങൾ ഒരുപാടാണ്. സ്ട്രോക്ക് വന്ന ആളുകൾ നമ്മളെ വിളിക്കുമ്പോൾ അവർ ഇതുപോലുള്ള ഗുളികകൾ ഡോസ് കൂടിയത് കഴിച്ചിരുന്നു എന്നുള്ളതാണ് അവരിൽ നിന്നും കിട്ടിയ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അറിവുകളും. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. സർവ്വസാധാരണമായി വന്നതിനെ നല്ല രീതിയിൽ തന്നെ ചികിത്സാ രൂപത്തിലോ അല്ലെങ്കിൽ ഫുഡിലൂടെ നിങ്ങൾ നല്ലൊരു ഡോക്ടർമാരുടെയോ വൈദ്യന്മാരുടെയോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശപ്രകാരം ശ്രമിക്കുക. അതല്ലാതെ മെഡിക്കൽ ഷോപ്പിലോ പോയിട്ട് കിട്ടിയ ഗുളികകളും മേടിച്ചിട്ട് അന്നത്തെ കാര്യം നടന്നാൽ എന്നേക്കുമായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ ശരീരവും മനസ്സും ആരോഗ്യവും ദാമ്പത്യ ജീവിതം എല്ലതും നഷ്ടമാവും എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യം.